ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ ജനജീവിതം സങ്കീർണമാക്കിയതായി കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി.സി. തോമസ്. നിർമ്മാണ നിരോധനം വികസനത്തെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ജനങ്ങൾക്ക് അവരുടെ ഭൂമിയിൽ സ്വതന്ത്രമായി നിർമ്മാണം നടത്താൻ കഴിയുന്നില്ല. മറ്റു ജില്ലകളിലേതുപോലെ ഇടുക്കിയിലെ ജനങ്ങൾക്കും ഭൂമി സ്വതന്ത്രമായി ക്രയവിക്രയം നടത്താനും കെട്ടിടം നിർമ്മിക്കാനും അവകാശമുണ്ട്. കാർഷിക വിളകളുടെ വിലയിടിവും ഉൽപാദനക്കുറവും കർഷകരെ പ്രതിസന്ധിയിലാക്കി. കൃഷിക്കാരെ സംരക്ഷിക്കുമെന്ന മുഖ്യമന്ത്രി വർഷങ്ങളായി പറയുന്നതല്ലാതെ നടപടി ഉണ്ടാകുന്നില്ല. ഇടുക്കിയിലെ ജനങ്ങൾക്ക് നേരെയുള്ള ദ്രോഹ നടപടികൾക്കെതിരെ പാർട്ടി സമരം ശക്തമാക്കുമെന്നും പി.സി. തോമസ് കട്ടപ്പനയിൽ പറഞ്ഞു. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും നടക്കത്തില്ല എന്ന രീതിയിൽ ഇവിടെ ഭൂമി ഉണ്ടെങ്കിലും ആ ഭൂമി ഉടമയ്ക്ക് ഇഷ്ടം പോലെ ഉപയോഗപ്പെടുത്താൻ പറ്റില്ല എന്ന രീതിയിലാണ് ഇവിടെ നിയമം പ്രയോജനപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നിയമം ഉപയോഗപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദുരുപയോഗപ്പെടുത്തുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു കാലത്തും അങ്ങനെ ഒരു നിയമം പാടില്ല. നിയമത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇടുക്കി ജില്ലാ കളക്ടർ തന്നെ പ്രത്യേക ഒരു ഉത്തരവിട്ടതായി അറിയുന്നു. ആ ഉത്തരവിൽ പറയുന്നത് ഒരു കാരണവശാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദനീയമല്ല. എനിക്കൊരു സ്ഥലമുണ്ടെങ്കിൽ അവിടെ നിർമ്മാണം നടത്തണോ എന്ന് കളക്ടറാണോ തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ ഗവൺമെന്റാണോ തീരുമാനിക്കേണ്ടത്? അങ്ങനല്ല. കേരള ഭൂപരിഷ്കരണ നിയമമുണ്ട്, അല്ലെങ്കിൽ മറ്റ് നിയമങ്ങളുണ്ട്, ഭരണഘടനയുണ്ട്. ഇതെല്ലാം പ്രമാണിച്ച്, ഇതെല്ലാം പ്രകാരം നമുക്കൊരു സമ്പത്തുണ്ട് എങ്കിൽ അത് നിയമപരമായിട്ട് അത് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയും. പക്ഷേ അതിൻ്റെ എല്ലാം കൺട്രോൾ, അതെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടത് ഉടമയാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഉടമയ്ക്ക് അതിനുള്ള അധികാരമില്ല. ഒരു കാരണവശാലും ഇത് അനുവദിക്കത്തില്ല എന്ന് മാത്രമല്ല, ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് അവിടെ ചർച്ച ചെയ്യും. ഒരു സംശയവുമില്ല. അവരുടെയൊക്കെ വികാരം ഞങ്ങൾക്കെല്ലാം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട്. അവര് ശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് വേണ്ടി തയ്യാറാകും.